എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നൊരു ചിക്കൻ കറി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രുചി തോന്നി. അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാന്ന്. എനിവേസ്, ലെറ്റ്സ് വാച്ച്. ഞാനിവിടെ 2 സൈസിലാണ് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ 2 കളറിലെ സവോളയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഒരേ കളറിലെ സവോള എടുക്കാവുന്നതാണ്. ഒരെണ്ണം അരയ്ക്കാനായിട്ടും മറ്റൊന്ന് ഞാൻ വഴറ്റാനുമായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ള സവോള ഞാൻ അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞ് ചുവന്ന സവോളയാണ് ഞാൻ വഴറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ അരയ്ക്കാനുള്ള സവോളയിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ഈ അരച്ച് കിട്ടുന്നതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ഇനി ഇതോടൊപ്പം തന്നെ ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 3 പച്ചമുളക് ഞാൻ ഒത്തിരി വലിയ സൈസല്ല, ഒരു ചെറിയ സൈസിൽ എടുത്തേക്കുന്നതാണ്. ഞാൻ പകുതിക്ക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. അപ്പം ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ അരച്ച് വെച്ചിരുന്നത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഇതിന് ശേഷം സവോള വഴറ്റുമ്പോഴും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇറച്ചി മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഏറ്റവും പ്രധാനപ്പെട്ട മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ അപ്ലൈ ചെയ്യുക. എല്ലാ പീസുകളിലും ഒരുപോലെ അപ്ലൈ ചെയ്തെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനൊരു മീഡിയം സ്മോൾ സൈസിലെ തക്കാളിയാണ് എടുത്തത്. ഇനി ഈ തക്കാളി ഞാൻ വഴറ്റുമ്പോൾ സവാളയോട് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ആവശ്യത്തിന് പറ്റിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ സവോള വഴറ്റാനായിട്ട് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ കടായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേനകത്ത് എല്ലാ ചിക്കനും കൊള്ളിയല്ലെന്ന് ഉറപ്പായപ്പോൾ മാറ്റിയിട്ടുണ്ട്. എനിവേസ്, ഇതിലേക്ക് വെള്ളം നന്നായിട്ട് പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ സവോള ഇട്ടു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. ഇനി സവോളയിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സവോള വഴന്നു വരാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം സവോളയും തക്കാളിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്തിരുന്ന എല്ലാ മസാലകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച മിക്സിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതോടെ ഒന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് സവോളയും തക്കാളിയും ഈ മസാലയൊക്കെ പിടിച്ച് ഇങ്ങനെ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടത് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിനി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ സവോള വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല കൊഴുപ്പുള്ള ഒരു ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 തണ്ട് കരിയാപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മുകളിലൊക്കെ പൊങ്ങി കിടക്കുമ്പോൾ കറിക്ക് കൂടുതൽ ഭംഗി വരാനായിട്ട്. എന്തായാലും നമ്മളിതിന് എല്ലാം ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം, ചാറ് കൂടുതൽ വേണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ മിക്സി ഒന്ന് കഴുകി വേണം ഒഴിക്കാവുന്നതുമാണ്. ഇനി വേറൊരു കാര്യം, ഞാൻ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഒരു അരമണിക്കൂർ നേരമാണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അരമണിക്കൂർ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ, ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ
വേറൊരു ടേസ്റ്റ് കൂടെ കിട്ടും. നിങ്ങൾ 2 രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 2 രീതി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വറക്കാത്ത മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ വറുത്ത ചിക്കൻ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. കാരണം ചിക്കൻ ഓൾറെഡി വെന്തതാണ്, വറുത്തെടുത്തതാണ്. അപ്പോൾ അധിക നേരം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്കനായതുകൊണ്ട് ഇപ്പം ഞാൻ വറക്കാത്തതായതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് മൂടിയൊക്കെ വെച്ച് കൂടുതൽ സമയം മൂടി വെച്ച് എന്നാൽ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്താണ് ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. കാരണം ചാറ് എനിക്ക് ഇച്ചിരി കുറവുള്ള പോലെ തോന്നി. പിന്നെ ചിക്കൻ വേവാനും ഉള്ളത് കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി വെള്ളം പറ്റുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്ക് മൂടി വെക്കാനും മറക്കരുത്. മൂടി വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഞാൻ എൻ്റെ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന മറ്റൊന്നാണ് തേങ്ങാപ്പാൽ. കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാനും പിന്നെ തേങ്ങാപ്പാലിൻ്റെ രുചി വരുമ്പോൾ ചിക്കൻ കറിക്ക് ഒന്നുകൂടെ നല്ല രുചി കിട്ടും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതും നല്ലതാണ്. എൻ്റെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.